ഡെർബി എന്ന സിനിമയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ക്യാമ്പസ് സിനിമയാണ് കാണിക്കുന്നത്. ക്യാമ്പസ് സിനിമ തുടങ്ങിയ കാലം തൊട്ടുള്ള ആ ഒരു സ്റ്റൈലിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. ഒരു പുതിയ ഫ്രഷേഴ്സ് വരുന്നു. ഫ്രഷേഴ്സ് വരുമ്പോഴത്തേക്കും സീനിയേഴ്സ് ട്രാഗ് ചെയ്യുമല്ലോ. പക്ഷേ ഇതിനകത്തൊരു വ്യത്യസ്തമായിട്ട് കാണിക്കുന്നത് സൂപ്പർ സീനിയേഴ്സ് അല്ല, തേർഡ് ഇയർ അല്ല അവരെ റാഗ് ചെയ്യുന്നത്, സെക്കൻഡ് ഇയറുകാരാണ്. സെക്കൻഡ് ഇയറുകാർ റാഗ് ചെയ്യുന്നത് ശിക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭയങ്കര ശിക്ഷയായി പോയി കേട്ടോ. എന്ന് വെച്ചാൽ പിറ്റേ ദിവസം വരുമ്പോൾ പച്ച ഷർട്ട് ഇട്ടുകൊണ്ട് വരണം, പെണ്ണ് മഞ്ഞ ചുരിദാർ ഇട്ടുകൊണ്ട് വരണം. പിന്നെ സൂപ്പർ സീനിയേഴ്സിനകത്ത് തേർഡ് ഇയേഴ്സിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഈ കോലുകൊട്ടിക്കളി പ്രാക്ടീസാണ്. അതാണ് അവരുടെ പരിപാടി. അല്ലാതെ അവർ ഈ റാഗിങ്ങിനോ അങ്ങനെയൊന്നും സൂപ്പർ സീനിയേഴ്സ് ഇല്ല. അവർക്ക് കോലുകൊട്ടിക്കളിയിലോട് ആണ് താല്പര്യം. പിന്നെ പിറ്റേ ദിവസം പെണ്ണ് വിളിച്ച് ചോദിക്കുന്നു, നിങ്ങൾ പച്ച ഷർട്ട് ഇട്ടുകൊണ്ടാണോ വരുന്നത്? അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ പച്ച ഷർട്ട് ഇടിയല, കൂടെ പിടിക്കുന്നത് ഞങ്ങൾ പച്ച ഷർട്ട് ഇടിയല, ഞങ്ങൾ സാധാരണ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുള്ളൂ. പിറ്റേ ദിവസം വരുമ്പം അവർ പച്ച ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നു, ഫ്രഷ്. അതൊന്നും പറയാനില്ല. അയ്യോ, അത് കഴിഞ്ഞ് പെണ്ണിനെ അവർ ഭയങ്കരമായിട്ട് റാഗ് ചെയ്യുന്നു. പെണ്ണ് മഞ്ഞ ചുരിദാർ ഇടാത്തതിൻ്റെ പ്രതികാരമായിട്ട് പച്ച ഷർട്ട് ഇട്ടവരുടെ പച്ച ഷർട്ട് എടുത്തിട്ട് വലിച്ച് കീറുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഫ്രഷേഴ്സ് ഡേക്ക് ഇവരെ പരിപാടി അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല. ഇവരെ ഭയങ്കര ഷോ കാണിച്ച് ഒരു വണ്ടിയൊക്കെ ക്യാമ്പസിനകത്ത് കയറ്റി ഭയങ്കര ഷോ കാണിച്ച് അവരുടെ പരിപാടി നടത്തുന്നു. അതിനടി ബഹളം. കുറേ കഴിയുമ്പം അടുത്ത കൊല്ലം ആകുമ്പം ഇവർ സെക്കൻഡ് ഇയർ ആകുന്നു. ഇവരെ റാഗ് ചെയ്ത സെക്കൻഡ് ഇയേഴ്സ് തേർഡ് ഇയറും ആകുന്നു. പിന്നെ ബഹളം. അത് കഴിഞ്ഞ് അവിടെ ഇടി ഇവിടെ ഇടി. ഇത് തന്നെ കാണിച്ച് പണ്ട് നമ്മൾ ക്യാമ്പസ് പടങ്ങൾ കണ്ടല്ലോ, അത് തന്നെയും പിന്നെയും കാണിച്ച് അത് തന്നെ. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് ഹെലികോപ്റ്റർ എന്ന് വെച്ചാൽ ഒരു കോളേജ് ഒരു നിയമം പാസ്സാക്കുന്നു. അതായത് 2 വീലർ, 3 വീലർ, 4 വീലർ, അതിൻ്റെ കൂടെ 5 വീലർ, അതും കൂടെ പറയുക. 5 വീലറും ക്യാമ്പസിനകത്ത് കയറ്റാൻ പാടില്ലെന്ന്. എനിക്ക് 5 വീലർ എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ അവർ പറയുന്നുണ്ട് 5 വീലർ എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ വലിയ കോമഡി ആയിട്ട് എടുത്ത് കാണിക്കുന്നു. 5 വീലർ ഇൻറ്റു കാണിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അതിൻ്റെ പകരം അവർ കൊണ്ടുവരുന്ന ഹെലികോപ്റ്റർ, ക്യാമ്പസിനകത്ത് സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്റർ കൊണ്ട് ഇറക്കുന്നു. ഭയങ്കര പരിപാടി. ഇങ്ങനെ ഇവർ അടി അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് ഇവർ പ്രശ്നം ഉണ്ടാക്കി അവസാനം അടുത്ത വർഷം വീണ്ടും ആകുന്നു. അടുത്ത വർഷം ആകുമ്പം ആ റാഗ് ചെയ്ത തേർഡ് ഇയർ അവർ പോയിട്ട് പുതിയ ഫ്രഷേഴ്സ് വരുന്നു. ഫ്രഷേഴ്സ് വന്നിട്ട് തന്നെ കാണിക്കുന്നത് ഈ തേർഡ് ഇയറുകാർക്കിട്ട്, അതായത് നായകൻ പോയിട്ട് കൂട്ടുകാർക്കിട്ട് എടുത്തിട്ട് ഇഴി കൊടുക്കുന്നു. ഫ്രഷേഴ്സുകാർ വന്ന്, അതായത് സാഗർ സൂര്യ അങ്ങനെയുള്ളവർ വന്നിട്ട് ഫ്രഷേഴ്സ് വന്ന് സൂപ്പർ സീനിയേഴ്സിൻ്റെ എടുത്തിട്ട് ഇടി കൊടുക്കുന്നു. അതിന് കൊടുക്കുമ്പം മറ്റേ പഴയ തേർഡ് ഇയറുകാരും തിരിച്ചു വരുന്നു. പഴയ തേർഡ് ഇയറുകാരെന്ന് പറഞ്ഞാൽ വരാൻ പറ്റിയ കാരണം ഭയങ്കര കേട്ടോ, സപ്ലി എഴുതാൻ വന്നതാണെന്നാണ് പറയുന്നത്. സപ്ലി എഴുതാൻ വന്നപ്പം ഫസ്റ്റ് ഇയേഴ്സ് ഇടി കൊടുക്കുന്നത് കണ്ടിട്ട് ഇവർക്കിട്ട് ഇവരും കൂടി ഇടി വെച്ച് കൊടുക്കുന്നു. പോയ തേർഡ് ഇയറുകാരും കൂടി ഇടി വെച്ച് കൊടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് സ്ഥിരം പരിപാടി, ഇടി, തലക്കിട്ടടിക്കുന്നു, ആശുപത്രി കിടക്കുന്നു. സ്ഥിരം ഇത് കണ്ട് മടുത്ത കുറേ പ്രമേയങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ജൂനിയറിന് ഒരു സീനിയർ പെണ്ണിനോട് പ്രണയം സ്ഥിരം കാണിക്കുന്നത്. സീനിയർ പെണ്ണിനോട് പ്രണയം. അവളോട് ചെന്ന് പ്രണയം പറയുമ്പോൾ അവൾ പോയി ഈ പണി നോക്കാതെ ഇറക്കാമെന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു വിടുന്നു. വീട്ടിൽ തിരിച്ചു വന്ന് അവൻ്റെ കൂടെ പഠിക്കുന്ന പെണ്ണിനെ അവൻ പ്രേമിക്കുന്ന പെണ്ണിനെ അവന് ഓൾറെഡി ഇഷ്ടമുണ്ട്. അവൻ്റെ കൂടെ പഠിക്കുന്ന പെണ്ണിനെ അവനോട് ഓൾറെഡി ഇഷ്ടമുണ്ട്. അത് വീണ്ടും ഇങ്ങനെ സെറ്റാവുന്നു. ഭയങ്കര ഫ്രഷ് പരിപാടികൾ. അത് കഴിഞ്ഞ് അവസാനം ശുഭം എന്ന് വെച്ചാൽ അതിനകത്തൊരു കൂട്ടര് ദുബായിക്ക് പണിക്ക് പോകുന്നു. പടം തീർന്നു. ഭയങ്കര ഒരു ഫ്രഷ് പടമായിരുന്നു കേട്ടോ. എനിക്ക് ഇതുകൊണ്ടൊന്നും മനസ്സിലായൊന്നുമില്ല. എത്ര നാൾ ഇതിൻ്റെ തിരക്കഥ എന്നൊക്കെ പറയുന്ന എഴുതിയ ആളെ സംബന്ധിച്ച് കൊടുക്കണം. ഒരു പുതിയതൊന്നുമില്ല. ആകെപ്പാടെ കൊള്ളാവുന്നത് ക്യാമറ വർക്ക് അത്യാവശ്യം നല്ലൊരു വർക്കായിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം പൈസ മുടക്കുന്നുണ്ട്. ആക്ഷൻ സീനിലും ഒക്കെ അത്യാവശ്യം പൈസ മുടക്കി ചെയ്തിട്ടുണ്ട്. ഗോപിസുന്ദറിനൊക്കെ എന്തിനാ കൊടുത്തതെന്ന് പറഞ്ഞില്ല. ഇത്രയും വലിയ തുകയൊക്കെ ഗോപിസുന്ദറിന് കൊടുത്ത് ഒരു BGM-ഉം പാട്ടൊക്കെ ഉണ്ടാക്കിയേക്കുന്ന എന്താ കാണിച്ചു വെച്ചേക്കുന്ന ഗോപിസുന്ദറിൻ്റെ പോലും അറിയത്തില്ല. ഒരു ആവറേജിൽ താഴെയുള്ളൊരു സിനിമ കേട്ടോ. എനിക്കൊന്നും അങ്ങ് പിടിച്ചില്ല. ഒരു ഒന്നുമില്ലാത്തൊരു സിനിമ എന്ന് വെച്ചാൽ വലിയ ക്യാമ്പസ് മൂവി ആയിരുന്നോർത്ത് കാണാൻ പോയത്. ക്യാമ്പസ് മൂവി ഇതിന് മുമ്പ് വന്നിട്ടുണ്ടല്ലോ. ആവേശം ഉണ്ടായിരുന്നു. ആവേശം എന്തിനാ അടിപൊളിയായിട്ട് അവർ പ്രമേയമൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈയിടെ കഴിഞ്ഞ മാസം വന്ന പ്രകമ്പനം, അതൊക്കെ എത്ര നല്ലതായിട്ട് അത് വെറൈറ്റി ആയിട്ട് തീർത്തിരിക്കുന്നത്. ഇത് 80-ലൊക്കെ കണ്ട അതായത് റാഗിങ്, ബഹളം, ഇത് തന്നെ ഒരു ആവറേജ് മൂവി മാത്രം കേട്ടോ, ഡെർബി. ഓക്കെ.